ഒരു കുളി. കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെൺപിള്ളേരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരാടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. അതെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. കാണോ? ചോണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാടാ. ഈ സുഭദ്രാമ ആരാന്ന് കാണിച്ചു തരാം. വീരപ്പന്റെ ബ്രദർ. വീരപ്പനല്ല, വാഴയപ്പൻ. കണ്ടില്ലേ? ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ, ശവങ്ങള്. ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ചിരി വന്നിട്ട്. ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. ആണത്തത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. പ്രായമായ ചെക്കൻ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേനെ, ഉള്ളതെല്ലാം വിറ്റ് മുടിച്ചിട്ട് ആണത്തോ പോലും. ഈ പോയത് എന്റെ അമ്മയാണോ, അച്ഛന്റെ ഭാര്യയാണോ എന്ന്? എന്താണ് അതിനൊക്കെ ഇപ്പൊ സംശയം തോന്നാൻ? ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ആണാണോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ അച്ഛാ? അച്ഛൻ വിഷമിക്കണ്ട. ഈ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കൈവശം വന്നു ചേർന്നാലുടൻ അച്ഛൻ അമ്മയിൽ നിന്നും വിവാഹ മോചനം നേടുന്നു. അതെ, നല്ല പൈങ്കിളി പോലുള്ളൊരു പെണ്ണിനെ കൊണ്ട് അച്ഛന്റെ കല്യാണം ഞാൻ നടത്തും. എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? ദുർഗാപൂരിൽ നിന്നും നാഗ്പൂരിലേക്ക് വരുന്ന വഴി ഒരു കാർ അപകടം. കാറിൽ നിന്ന് തെറിച്ചു പോയ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ പീസായിട്ട് അവൾ കിടക്കുന്നു. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ സാർ.